ഹൈ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ക്യൂനാപ്പിനാസിൽ എങ്ങനെയാണ് ഒരു ഷെയർഡ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ക്യൂനാപ്പിൻ്റെ എൻട്രി ലെവൽ മോഡലായ TS433 എന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ ഡിവൈസ് ആണ്. ഇത് നമ്മുടെ വീടുകളുടെ പർപ്പസിനും അതുപോലെ ചെറിയ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും സ്റ്റുഡിയോ അതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ക്യൂനാപ്പിനാസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇത് 4 ബേ ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് 3.5-ൻ്റെ 4 ഹാർഡ് ഡിസ്ക് ഇതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റാം കപ്പാസിറ്റി വരുന്നത് 4 GB ആണ് റാം കപ്പാസിറ്റി വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഇത് ബ്രൗസർ ത്രൂ ആണ് ആക്സസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായി ആദ്യം തന്നെ നിങ്ങൾ ഫയൽ ലൊക്കേഷൻസ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റോറേജ് പൂൾസ് ആയിട്ട് ഇവിടെ ഉള്ളത്. സ്റ്റോറേജ് പൂളും അതുപോലെ ലൊക്കേഷനും ഒക്കെ എങ്ങനെയാണുള്ളത് നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഡ്രൈവ് ടു എന്ന് പറയുന്നതാണ്. ഈ ഡ്രൈവ് ടൂവിലാണ് ഞാനിപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫോൾഡേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്രിയേറ്റ് ഷെയർഡ് ഫോൾഡർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫോൾഡർ വേണം. ഫോൾഡറിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രൈവ് ടു ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ കമാൻഡ്സ് ഓപ്ഷനിലാണ്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് ഡ്രൈവ് ടു ആണ്. അതിനകത്ത് കപ്പാസിറ്റി വരുന്നത് 4.5 ആണ്, 4.45 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര യൂസേഴ്സ് ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഈ ഫോൾഡർ ആക്സസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ RO എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി ആണ്. RW എന്ന് പറഞ്ഞാൽ റൈഡ് ആൻഡ് റൈറ്റ് ആണ്. ഓക്കെ, ഇതാണ് എല്ലാ യൂസേഴ്സിനും നമ്മളിത് പെർമിഷൻ ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇതെല്ലാം നോർമൽ തന്നെയാണ്. നമ്മൾ ഫിനിഷ് കൊടുക്കുക. നമ്മൾ ഓക്കെ കൊടുത്താൽ നമ്മൾ സെറ്റിങ്സ് ഇവിടെ അപ്ലൈ ആവുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം, ട്രൈൻഡ് ടൂത്താൻ്റെ താഴെ നമുക്കൊരു പുതിയ ഫോൾഡർ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഷെയർഡ് ആണ്. ഇത് ഏത് നമ്മളിപ്പോൾ പെർമിറ്റ് ചെയ്ത ഏത് യൂസേഴ്സിനും ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഡാറ്റാസ് കോപ്പി ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഇത് നമ്മളൊരു സ്റ്റോറേജ് പൂൾ ആയിട്ടാണ് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ന്യൂ ഡ്രൈവ് എന്നിങ്ങനെ കിടക്കുന്നത്. നമ്മളിതിനകത്ത് ലാസ്റ്റ് ടൈം ലോഡ് ചെയ്തത് 20 TB ഡ്രൈവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടീച്ചേഴ്സ് ടെക്കിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ ഓവർ കേരള. ഓഫ്ലൈൻ സപ്പോർട്ട് ആണെങ്കിൽ ഓൾ ഓവർ കേരള ഓക്കെയാണ്. അല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും നമുക്ക് റിമോട്ട് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. ലൈക്ക് ഓക്കെ, അപ്പോൾ നമ്മളുടെ മെയിൽ ഐഡിയും ഫോൺ നമ്പേഴ്സും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. Once again, thanks for watching my video.